It's day 187, and today's question is: what is your most memorable childhood experience? നിങ്ങളുടെ ചെറുപ്പത്തിലെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഓർക്കാൻ ഇഷ്ടമുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതെന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എല്ലാവർക്കും കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ലേ ചൈൽഡ്ഹുഡിനെ പറ്റി ആലോചിക്കുമ്പോൾ ഓർക്കാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട്സിൻ്റെ ഒപ്പമായിട്ട് കളിക്കണതും ടൈം സ്പെൻഡ് ചെയ്യണത്, സ്കൂളിലെ വിശേഷങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളിൽ മിക്സ്ഡ് ആയിരിക്കും. എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ടൈമാണ്. ആക്ച്വലി ഞാനും ചേച്ചിയും പാട്ട് പഠിക്കാൻ പോയിരുന്നു. അപ്പോൾ പാട്ടും പാടും. അപ്പോൾ ആക്ച്വലി വീട്ടിൽ രാത്രി ടൈമിലൊക്കെ റിയാലിറ്റി ഷോ പോലെയൊക്കെ ഞങ്ങൾ സ്വയം ചെയ്യും. അപ്പോൾ അച്ഛൻ മൈക്ക് മേടിച്ച് തന്നിട്ടുണ്ട് പണ്ട്. അപ്പോൾ മൈക്ക് അത് കണക്ട് ചെയ്യാനൊന്നും അറിയില്ല നമുക്ക്, പക്ഷെ മൈക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മൈക്ക് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മൈക്ക് പിടിച്ച് ഞങ്ങൾ ഇങ്ങനെ പാട്ട് പാടും. അപ്പൊ അച്ഛനും അമ്മയും ജഡ്ജസ് ആയിട്ടിരിക്കും. എന്നിട്ട് ഇങ്ങനെ നമ്മൾ തന്നെ ആങ്കർ ചെയ്യും, നമ്മൾ തന്നെ പാട്ട് പാടും. സോ ബുക്ക് സ്റ്റാൻഡ് വെക്കാനുള്ള സൗകര്യമൊന്നുമില്ല. സോ ബുക്ക് സ്റ്റാൻഡിന് പകരമായിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ കസാരയുടെ മേലെ ഒരു കുട്ടി കസാര ഉണ്ടാവുമല്ലോ, കുഞ്ഞി പിള്ളേരിരിക്കുന്ന കസാര. സോ അത് അതിന്റെ മേലെ വെച്ചിട്ട് അതിന്റെ മേലെ ഒരു ഡയറി പോലെ എന്തോ വെച്ചിട്ട്, പിന്നെ പണ്ട് ഈ പാട്ട് ബുക്കുകൾ മേടിക്കാൻ കിട്ടുമായിരുന്നു. പണ്ട്, ഇപ്പോഴും ഉണ്ടാവുമായിരിക്കും, പക്ഷെ പണ്ട് നമുക്ക് ഇന്റർനെറ്റിന്റെ അധികം ആക്സസ് ഇല്ലാത്ത കാരണം ഈ പാട്ട് ബുക്കുകളിൽ നോക്കിയിട്ടാണ് നമ്മൾ പാടുക. സോ ആ പാട്ട് ബുക്ക് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് സ്റ്റാൻഡ് പോലെ ആക്കിയിട്ട് പാടും ഞാനും ചേച്ചി മാറി മാറി. അത് നല്ലൊരു രസമുള്ള ടൈമായിരുന്നു. സോ പാട്ട് പാടിയതിനു ശേഷം നമ്മൾ ഒരാൾ ആങ്കർ ആവും. എന്നിട്ട് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ അഭിപ്രായം ചോദിക്കും, എന്തൊക്കെ പറയാനുള്ളത്, എന്തൊക്കെ ചെയ്യണമായിരുന്നു, എന്തൊക്കെ ശരിയാക്കണമായിരുന്നു. സോ അതൊരു നല്ലൊരു മെമ്മറി ആയിരുന്നു. ആക്ച്വലി എൻജോയ് ചെയ്തിരുന്നത് ഞങ്ങൾ നല്ലോണം. സോ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ചെറുപ്പത്തിലായിരിക്കുമ്പോൾ അച്ഛനമ്മയായാലും നല്ല സപ്പോർട്ടിങ് ആയിരുന്നു. ഡാൻസിനായിക്കോട്ടെ പാട്ടിനായിക്കോട്ടെ. ഡാൻസ് കുറച്ച് ഞാൻ വാശി പിടിച്ച് പഠിച്ചതാണ്. പാട്ടിനൊക്കെ വളരെ സപ്പോർട്ടിങ് ആയിരുന്നു. അച്ഛനമ്മയായാലും എന്നെ എല്ലായിടത്തും കൊണ്ടുപോകും. എന്നെ അതെ, ചേച്ചിനെ അതെ. ഞാൻ കുറച്ചുകൂടെ എന്താ പറയാ, ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള കാരണം എന്നെ കരോക്കെ, ഗാനമേള അങ്ങനത്തെ ഇതിനൊക്കെ അച്ഛൻ എപ്പോഴും ഒരു പ്രൊട്ടക്ടറായിട്ട് അച്ഛനും അമ്മയും ഉണ്ടാവും കേട്ടോ കൂടെ. ഓൾസോ എൻ്റെ സാറും അത്രയും സപ്പോർട്ടീവ് ആയിരുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് മൈ ആൻസർ. സോ നിങ്ങളുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ്, ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ just comment below and stay tuned for the next question. Bye.